അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്നത്തെ വിഷയം സൂറത്തുൽ ഹശ്റിന്റെ മഹത്വവും സൂറത്തുൽ ഹശ്റിൽ അവസാനത്തെ 3 ആയത്തുകൾ ഓതിയാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളും ഫലങ്ങളും സംബന്ധിച്ചാണ് സംസാരിക്കുന്നത്. വലിയ മഹത്വമുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ഹശ്ർ. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ ഖറഅ സൂറത്തുൽ ഹശ്ർ, ആരെങ്കിലും സൂറത്തുൽ ഹശ്ർ പാരായണം ചെയ്താൽ ഗഫറല്ലാഹു ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖർ, അവന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ എല്ലാ ചെറുദോഷങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കും. അത്രയും മഹത്വം നിറഞ്ഞ ഒരു സൂറത്താണ് സൂറത്തുൽ ഹശ്ർ. സൂറത്തുൽ ഹശ്റിലെ അവസാനത്തെ 3 ആയത്തുകൾ, അതിന്റെ മഹത്വം എന്താണ്? മഹാനായ അബീ ഉമാമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖറഅ ഖവാതിമ സൂറത്തുൽ ഹശ്രി ഫീ ലൈലിൻ ഔ നഹാരിൻ, ആരെങ്കിലും ഒരാള് രാത്രിയോ അല്ലെങ്കിൽ പകലോ സൂറത്തുൽ ഹശ്റിലെ അവസാനത്തെ 3 ആയത്ത് ഓതിയാൽ ഫഖബലതുഹു അല്ലാഹു ഫീ തിൽക്കൽ ലൈലത്തി ഔ ഫീ ദാലിക്കൽ യൗം, ആ രാത്രി സൂറത്തുൽ ഹശ്റിലെ അവസാനത്തെ 3 ആയത്ത് ഓതിയ രാത്രി മരണപ്പെട്ടാൽ അല്ലെങ്കിൽ പകല് മരണപ്പെട്ടാൽ ഫഖദ് ഔജബല്ലാഹു ലഹുൽ ജന്ന, അവന് സ്വർഗ്ഗം നിർബന്ധമായി. അപ്പൊ അതിന്റെ മഹത്വം എത്രയാണ്! മഹാന തുർമുദി ഇമാം റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖാല ഹീന യുസ്ബിഹു 3 മർറാത്തിൻ, ഒരാള് രാവിലെ 3 പ്രാവശ്യം ഒരാള് ഓതിയാൽ അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം എന്ന് 3 പ്രാവശ്യം ഓതി, വഖറഅ 3 ആയാത്തി മിൻ ആഖിർ സൂറത്തുൽ ഹശ്ർ, എന്നിട്ട് സൂറത്തുൽ ഹശ്റിലെ അവസാനത്തെ 3 ആയത്ത് ഓതി, ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ ആലിമുൽ ഗൈബി വശഹാദതി ഹുവർ റഹ്മാനുർ റഹീം, هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المؤمن العزيز الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم എന്നുവരെ ഓതിയാൽ ഇതുവരെ ഓതിയാൽ വക്കറല്ലാഹു ബിഹി 70,000 മലക്കൻ 70,000 മലക്കുകൾ അല്ലാഹു നിയമിക്കും, ഏൽപ്പിക്കും. യുസല്ലൂന അലൈഹി ഹത്താ യുംസീഹി, വൈകുന്നേരം വരെ, സുബ്ഹിക്ക് ഓതിയാൽ വൈകുന്നേരം വരെ അവന് കാവല് നിൽക്കാൻ, സംരക്ഷിക്കാൻ, അവർക്ക് വലിയ ഹിഫ്ളിനിക്ക് അല്ലാഹു നിർത്തും. വഇൻ മാത ഫീ ദാലിക്കൽ യൗം, ആ ദിവസം അവൻ മരണപ്പെട്ടാൽ മാത ഷഹീദ, ഷഹീദിന്റെ പ്രതിഫലമാണ് അല്ലാഹു കൊടുക്കുന്നത്. ഒമൻ ഖാലഹാ ഹീന യുംസി, വൈകുന്നേരം ഇതേപോലെ 3 പ്രാവശ്യം അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലി ഈ ആയത്ത് ഓതിയാൽ, ഈ 3 ആയത്ത് ഓതിയാൽ കാനത് ബിതിൽക്കൽ മൻസില, വൈകുന്നേരം മുതൽക്ക് രാവിലെ വരെ 70,000 മലക്കളെ കാവലുണ്ടാകും. ആ രാത്രി മരണപ്പെട്ടാൽ ഷഹീദിന്റെ പ്രതിഫലമാണ്, സ്വർഗമാണ് ലഭിക്കുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ആയത്തുകൾ പതിവാക്കുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഈ ആയത്തുകൾക്ക് ഇത്രയും വലിയ മഹത്വം ലഭിക്കാനുള്ള കാരണം എന്താണ്? ഇതിൽ പറയുന്നത് അല്ലാഹുവിന്റെ അസ്മാഉകളാണ്. അസ്മാഉൽ ഹുസ്ന എന്നറിയപ്പെടുന്ന ഏറ്റവും മനോഹരമായ, ഏറ്റവും മഹത്തായ, ദുആക്ക് പെട്ടെന്ന് ഇജാബത്ത് കിട്ടുന്ന അസ്മാഉകളാണ് ഈ ആയത്തിന്റെ അവസാനമുള്ളത്. അതുകൊണ്ടാണ് ഈ ആയത്തുകൾക്ക് ഇത്രയും മഹത്വം ലഭിക്കുന്നത്. ആരെങ്കിലും അസ്മാഉൽ ഹുസ്ന ചൊല്ലി ദുആ ചെയ്താൽ ആ ദുആക്ക് തീർച്ചയായും ഉത്തരമുണ്ട്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് നിങ്ങൾ അസ്മാഉൽ ഹുസ്ന ചൊല്ലി ദുആ ചെയ്തോ, എന്നാൽ ആ ദുആ പെട്ടെന്ന് അല്ലാഹു സ്വീകരിക്കും. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോ ദിവസവും സന്തോഷത്തോടെ കഴിഞ്ഞുകൂടാൻ, ഹാപ്പിയോടെ നീങ്ങാൻ, ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും ഒരു ടെൻഷനും ഒരു രോഗവും ഒരു വൈറസും ഒരു അപകടവും ഇല്ലാത്ത നല്ലൊരു ദിവസം, നല്ലൊരു ജീവിതം, സന്തോഷമുള്ള ജീവിതം ഉണ്ടാകാൻ പരിശുദ്ധ ഖുർആനിലെ ഇത്തരത്തിലുള്ള വലിയ മഹത്വം നിറഞ്ഞ ആയത്തുകൾ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കണം. രാവിലെ നാം ഓതണം. ഒരു 5 മിനിറ്റ് വേണ്ട, ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് നാം ചെലവഴിച്ചാൽ നമുക്ക് ഈ മഹത്വം ലഭിക്കും. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമുക്ക് വരുന്ന അപകടങ്ങൾ, ആഫത്തുകൾ, മുസീബത്തുകൾ, അടങ്ങേറുകൾ
ദുരന്തങ്ങള്, ദുരിതങ്ങള്, ആകാശത്ത് നിന്ന് ഇറങ്ങി വരുന്നത്, ഭൂമികളിൽ നിന്ന് പൊങ്ങി വരുന്നതുമായ കാലമുസീബത്തുകളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. സിഹ്റ്, കണ്ണീർ, ശൈത്വാനിയത്ത്, റുഹാനിയത്ത് പോലെയുള്ള എല്ലാ ഷർറുകളിൽ നിന്ന് നമ്മയും നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ, മക്കൾ, സന്താനങ്ങൾ, കൂട്ടുകുടുംബക്കാർ, ദുആ കൊണ്ട് ഏൽപ്പിച്ചവർ, ജ്യേഷ്ഠ അനുജന്മാർ, എല്ലാ ആളുകളെയും റബ്ബ് സുബ്ഹാനഹു വ തആല ഇഹ്ഫ നൽകട്ടെ, കാവൽ നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.